ഹലോ ഫ്രണ്ട്സ്, ഞാൻ ഡോക്ടർ രാജേഷ് കുമാർ. ഉറക്കത്തിനിടയ്ക്ക് ഒരു കൊതുക് കടിച്ചാൽ നമ്മൾ അറിയാറുണ്ടോ? ഒരു കുഞ്ഞുറുമ്പ് കടിച്ചാൽ നമ്മൾ ഉണരാറുണ്ടോ? ഇല്ല അല്ലേ? കാരണം എന്താ? അത്രത്തോളം നമ്മൾ ഉറക്കത്തിൽ നമ്മളെ ഡിസ്റ്റർബ് ചെയ്യുന്ന തരത്തിലുള്ളൊരു വേദന അല്ല അത്. അതേപോലെ തന്നെ നമുക്ക് രാത്രിയിൽ പെട്ടെന്നൊരു വയറുവേദന വന്നാൽ, നമ്മൾ ഛർദ്ദിച്ചാൽ നമ്മൾ ആദ്യം സംശയിക്കുന്നത് കഴിച്ച എന്തെങ്കിലും ഭക്ഷണത്തിൻ്റെ പ്രശ്നമാണ്. അത് ഛർദ്ദിച്ചു കഴിഞ്ഞാൽ ആ ഒരു പ്രോബ്ലം മാറും അല്ലേ? ഇങ്ങനെയല്ലേ വിചാരിക്കുള്ളൂ? ഇങ്ങനെ വിചാരിച്ച് ഒരു പാവം കുഞ്ഞ്, 8 വയസ്സ് മാത്രമുള്ള ഒരു കുഞ്ഞ് പാമ്പ് കടിയിൽ മരണപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. വെള്ളിക്കെട്ടൻ എന്ന് വിളിക്കുന്ന വളരെ അപകടകരമായിട്ടുള്ള കോമൺ ക്രൈറ്റ് എന്ന് വിളിക്കുന്ന ഒരു പാമ്പ്, നിങ്ങൾ കഴിഞ്ഞ ദിവസം വാർത്തയിൽ കണ്ടിട്ടുണ്ടായിരിക്കാം. അവനെ കടിച്ചത്, 8 വയസ്സുകാരനെ കടിച്ചത്, അവനെയും അവൻ്റെ ചേട്ടനെയും ഇത് കടിക്കുകയുണ്ടായി. ചേട്ടൻ അതീവ ഗുരുതരാവസ്ഥയിൽ ഇപ്പോൾ വെന്റിലേറ്ററിലാണ്. ആ പിഞ്ചു ബാലൻ മരണപ്പെടുകയുണ്ടായി. ഇത് ഹോസ്പിറ്റലിലെത്തി വിദഗ്ധനായ ഡോക്ടർ കാഴ്ചയിൽ ഇത് പാമ്പ് കടിയാണ് എന്ന് സംശയിക്കുന്ന കണ്ടതുകൊണ്ട് മാത്രമാണ് ഇത് പാമ്പിൻ്റെ വിഷത്തിൻ്റെ ചികിത്സയാണോ എന്ന് പോലും ചിന്തിക്കാനുള്ളൊരു സാഹചര്യവും ആ മൂത്ത കുട്ടിക്ക് പാമ്പിൻ വിഷത്തിൻ്റെ ചികിത്സ പോലും കൊടുക്കാനായിട്ട് സാധിച്ചത്. ഡോക്ടർ അങ്ങനെ ഒരു സംശയം പറഞ്ഞ സമയത്ത് വീട്ടുകാർ വന്ന് വീട്ടിൽ ബെഡിൽ പരിശോധിച്ചപ്പോഴാണ് തലയണയുടെ അടിയിൽ ഒരു കുഞ്ഞ് പാമ്പിനെ കണ്ടെത്തിയത്. യഥാർത്ഥത്തിൽ ഒരു പാമ്പിൻ കുഞ്ഞാണ്. ഒരു പാമ്പിൻ്റെ കുഞ്ഞ് കടിച്ചു കഴിഞ്ഞാൽ ഇത്തരത്തിൽ മരണപ്പെടുക, ഒരേ സമയം 2 പേരെ കടിച്ച് ഒരു കുഞ്ഞ് മരണപ്പെട്ടു, രണ്ടാമത്തെ കുഞ്ഞിന് വളരെ ഗുരുതരമായ ഒരു അവസ്ഥയിലാകുമോ? എന്താണ് ഈ വെള്ളിക്കെട്ടൻ പാമ്പ്? അത് കടിച്ചാൽ ഇത്രയും വിഷമുണ്ടോ? എന്താണ് ലക്ഷണങ്ങൾ? പൊതുവേ ഇപ്പോൾ മലയാളികൾക്ക് വന്ന സംശയമാണ്. സാധാരണ നമ്മൾ പാമ്പെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൂർഖൻ നമുക്കറിയാം, മൂർഖൻ്റെ രാജവെമ്പാലയെ നമുക്കറിയാം, പിന്നെ നമുക്ക് അണലിയെ അറിയാം. അതല്ലാതെ വെള്ളിക്കെട്ടനെ വിളിക്കുന്ന ശംഖുവരയൻ പാമ്പിനെ കുറിച്ച് അധികം ആർക്കും വലിയ അറിവില്ല. കാരണം ഇവനെ അധികം അങ്ങനെ നമ്മൾ വെളിച്ചത്ത് കാണാറില്ല. മാത്രമല്ല ഇവ കടിച്ചിട്ടുണ്ടാകുന്ന മരണം പലപ്പോഴും ഇത് കടിച്ചിട്ടാണ് എന്ന് പലരും തിരിച്ചറിയാറ് പോലുമില്ല. ഉറക്കത്തിൽ വന്ന ഹാർട്ട് അറ്റാക്ക് എന്നെല്ലാം സംശയിക്കുന്ന തരത്തിലേക്ക് ഈ പാമ്പ് അപകടകാരിയാണ്. ഇത് ഏറെ അപകടകരമെന്ന് പറയാൻ കാരണം ഇതിന് ചുവരിൽ കയറാൻ പറ്റും. വളരെ സൈലൻ്റായിട്ട് ഉറക്കത്തിനിടയിൽ വന്ന് കടിച്ചാൽ ഇത് നമ്മൾ ഇടയ്ക്ക് ഉണരുന്നതിന് മുമ്പ് തന്നെ ഒരുപക്ഷെ മരണപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായി എന്ന് വരാം. കോമൺ ക്രൈറ്റ് എന്ന് വിളിക്കുന്ന വെള്ളിക്കെട്ടൻ അഥവാ ശംഖുവരയൻ അഥവാ 8 അടി മൂർഖൻ എന്ന് വിളിക്കുന്ന പാമ്പ്, അതായത് പണ്ടുകാലത്ത് 8 അടി വീരൻ എന്നതിന് പേര് വരാൻ കാരണം തന്നെ ഇത് കടിച്ചു കഴിഞ്ഞാൽ 8 അടി നടക്കുന്നതിന് മുമ്പ് കുഴഞ്ഞു വീണ് മരിക്കുമെന്നാണ്. അതിശയോക്തി കുറച്ചുണ്ടെങ്കിൽ പോലും കുറച്ചൊക്കെ സത്യാവസ്ഥ ഇതുണ്ട്. എന്താണ് ഈ പാമ്പെന്നും ഇതിൻ്റെ ലക്ഷണങ്ങൾ എന്തെല്ലാമാണെന്നും പറഞ്ഞുതരാം. നമ്മുടെ നാട്ടിൽ കോമൺ ആയിട്ട് കാണുന്ന വിഷപ്പാമ്പുകളിൽ മുന്തിയ ഇനത്തിൽപ്പെട്ടത് തന്നെയാണ് കോമൺ ക്രൈറ്റ് എന്ന് വിളിക്കുന്ന ശംഖുവരയൻ എന്ന് പറയുന്ന പാമ്പ്. ശംഖുവരയൻ അഥവാ വെള്ളിക്കെട്ടൻ എന്നതിന് പേര് വരാൻ കാരണം ഭൂരിപക്ഷം കാണുന്ന പാമ്പുകൾക്കും ഒരു ഇരുണ്ട കറുത്ത തിളക്കമുള്ള ഒരു നിറവും അതിൻ്റെ മുകളിലായിട്ട് വെളുത്ത നിറത്തിലുള്ള ചെറിയ വരകളും ഇടയ്ക്ക് കണ്ടുവന്ന് വരാം. നമ്മുടെ നാട്ടിൽ കാണുന്ന വലിയ വിഷമില്ലാത്ത പിറ്റ് വൈപ്പർ എന്ന് വിളിക്കുന്ന നമ്മുടെ വീട്ടിലും പരിസരത്തുമെല്ലാം കാണുന്ന ചുരുട്ട എന്ന് പറയുന്ന പാമ്പുണ്ട്. വീട്ടിൽ നമ്മുടെ സൈഡിലെല്ലാം പറ്റിപ്പിടിച്ചിരിക്കുന്ന പാറ്റ, പല്ലി ഇവയെല്ലാം തിന്നാൻ പലപ്പോഴും വീടുകളിൽ കയറാറുണ്ട്. ഈവൻ സിറ്റികളിലാണെങ്കിൽ പോലും മഴ പെയ്യുന്ന സമയത്ത് ഓടകളിലൂടെയെല്ലാം ഇവ വീട്ടിലേക്ക് കയറി വരാറുണ്ട്. ഇവിടെ എൻ്റെ വീട്ടിലും എല്ലാം ഇടയ്ക്കിടയ്ക്ക് വരാറുണ്ട്. ഇത്തരത്തിൽ കാണുന്ന നമ്മുടെ പിറ്റ് വൈപ്പർ എന്ന് വിളിക്കുന്ന ചുരുട്ടയോട് ഒരല്പം സാമ്യം തോന്നും. ചുരുട്ടയ്ക്ക് അത്രയും തിളക്കം ഉണ്ടാകത്തില്ല. ഒരല്പം ഒരു നരച്ച പോലുള്ള ഒരു കറുപ്പ് നിറമാണെന്നുണ്ടെങ്കിൽ വളരെ ഡാർക്കായിട്ട് തിളങ്ങുന്ന കളറിലുള്ള നിറത്തോടു കൂടിയാണ് നമുക്ക് ഈ ശംഖുവരയനെ കാണാൻ സാധിക്കുന്നത്. ശംഖുവരയൻ്റെ സാധാരണ ഇതിന് വലിയ വലിപ്പമൊന്നും വേണമെന്നില്ല. സാധാരണ മുട്ടയിട്ടാണ് ഇത് വിരിയിക്കുന്നത്. മുട്ടയിട്ട് ഏതാണ്ട് വിരിയുന്നതിന് ഏകദേശം 30 മുതൽ 45 ദിവസം വരെ സമയം വേണം. മുട്ടയിട്ട് വിരിയുന്ന ഈ സമയം മുതൽ തന്നെ ഈ പാമ്പിൻ കുഞ്ഞ് ഒരു മനുഷ്യനെ കൊല്ലുന്ന അത്രയും വിഷം ഇതിൻ്റെ ഉള്ളിലുണ്ട്. ഫുള്ളി ഡെവലപ്ഡ് ആയിട്ടുള്ളൊരു കുഞ്ഞായിട്ടാണ് പുറത്തിറങ്ങുന്നത്. പുറത്തിറങ്ങി കഴിഞ്ഞാൽ ഇതിന് പറ്റുന്ന ഏറ്റവും കൂളായിട്ടുള്ളൊരു സ്ഥലത്തേക്ക് പോയി അങ്ങ് ഒളിക്കും. സാധാരണ ഇത് അമ്മയുടെ കൂടെ നിൽക്കുകയോ അല്ലെങ്കിൽ കുഞ്ഞിനെ കണ്ടെത്തി കഴിഞ്ഞാൽ അതിൻ്റെ അടുത്ത് തന്നെ വലിയ പാമ്പുകൾ കാണുമെന്നോ സംശയിക്കാൻ നമുക്ക് ഈ ക്രൈറ്റിൻ്റെ കാര്യത്തിൽ പറ്റത്തില്ല. സാധാരണ മറ്റ് പാമ്പുകൾ പുൽച്ചാടിയെയും മറ്റോ അല്ലെങ്കിൽ എലിയൊക്കെ തിന്ന് ജീവിക്കുന്ന സമയത്ത് ഈ ക്രൈറ്റ് എന്ന് വിളിക്കുന്ന ശംഖുവരയൻ പാമ്പിൻ്റെ പ്രത്യേകത ഇതിൻ്റെ കൂടെയുള്ള പാമ്പുകളെ തന്നെ ഒരുപക്ഷെ തിന്നു എന്ന് പറയാം. ഇതിന് ഏറ്റവും ഇഷ്ടപ്പെട്ട ഭക്ഷണം എന്ന് പറയുന്നത് കുഞ്ഞ് മറ്റ് പാമ്പുകളെയാണ് ഇത് തിന്നുന്നത്. ഇത്തരത്തിൽ ജീവിക്കുന്നത് ഇത് മാത്രമല്ല, പലപ്പോഴും റോഡൻസിനെയൊക്കെ, അതായത് ഇപ്പോൾ എലിയെയോ ഇല്ലെങ്കിൽ കുഞ്ഞ് മുയലിനെയൊക്കെ ഇത് പിടിക്കാറുണ്ട്. പലപ്പോഴും ഇത് ഒളിഞ്ഞിരിക്കുന്ന സ്ഥലങ്ങൾ, ഇപ്പോൾ ഓടിൻ്റെയൊക്കെ ഇടയ്ക്ക് തണുപ്പുള്ള സ്ഥലങ്ങളോ ഇല്ലെങ്കിൽ ചെറിയ മണ്ണിൻ്റെ താഴെയുള്ള ചെറിയ പൊത്തുകളോ ഇവിടെ എല്ലാം പോയി ഇത് പകല് മൊത്തം ഒളിച്ചിരിക്കും. പകലിത് പുറത്തിറങ്ങത്തില്ല. അതുകൊണ്ടാണ് ഈ ശംഖുവരയൻ എന്ന് പറയുന്ന പാമ്പിനെ മലയാളികൾ അധികം കാണാത്തത്. രാത്രിയാകുമ്പോൾ മാത്രമേ ഇവ പുറത്തേക്ക് ഇറങ്ങുകയും ഇരപിടിക്കുകയും ചെയ്യത്തുള്ളൂ. വളരെ ഷാർപ്പായിട്ടുള്ള പാമ്പുകളാണ്. വളരെ സൈലൻ്റായിട്ട് ഇവ വീട്ടിനകത്തേക്ക് കയറി വരും. വീട്ടിനകത്തേക്ക് കയറി വരാൻ 2-3 കാര്യങ്ങളുണ്ട്. ഒന്ന്, ഇവ ഇരപിടിക്കാനായിട്ട് വരുന്നതാണ്. പ്രത്യേകിച്ച് ഈ വീടിനും പരിസരത്തുമായിട്ട് ഇത്തരത്തിൽ ചെറിയ പാമ്പുകളുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ ചുരുട്ട പോലുള്ള പാമ്പുകളുണ്ടാവും. ഈ പാമ്പുകളെ പിടിക്കുന്നതിന് വേണ്ടിയാണ് ഇവ പ്രധാനമായിട്ടും വരുന്നത്, നമ്മുടെ വീട്ടും പരിസരത്തേക്കും വരുന്നത്. മാത്രമല്ല തണുപ്പുള്ള അന്തരീക്ഷം, ഇപ്പോൾ നിങ്ങൾക്കറിയാമല്ലോ നമ്മൾ നല്ല കടുത്ത ചൂടാണ്. ചൂടുള്ളത് കൊണ്ട് തന്നെ ഈ തണുത്ത പ്രതലത്തിലേക്ക്, പ്രത്യേകിച്ച് നമ്മുടെ വീടുകളിലെ മൊസൈക്ക് തറയോ മാർബിൾ തറയൊക്കെ ഉള്ള തണുപ്പുള്ള ഭാഗത്തേക്ക് ഈ പാമ്പുകൾ വന്നു എന്ന് വരാം.
ജനലുകൾ തുറന്നു കിടന്നാൽ അല്ലെങ്കിൽ ജനലിൻ്റെ ചെറിയ സുഷിരം വഴിക്ക് ഇവ നമ്മുടെ വീട്ടിനകത്തേക്ക് കയറി വന്നു എന്ന് വരാം. വീടിനകത്തേക്ക് കയറി കഴിഞ്ഞാൽ ഇത്തരത്തിൽ ശംഖുവരയന്മാരുടെ പ്രത്യേകത ഇവ പലപ്പോഴും ഈ തണുപ്പുള്ള ഭാഗത്ത് ചുരുണ്ടുകൂടി അങ്ങ് കിടക്കും. സാധാരണ മനുഷ്യർ പെട്ടെന്ന് ശ്രദ്ധിക്കില്ല, ചെറിയ എന്തെങ്കിലും വാല് പോലുള്ള ഒരു വസ്തുവായിട്ടായിരിക്കും, കാരണം അതിൻ്റെ വാലിന് നല്ല നീളമാണ്. ഇങ്ങനെ കാണുന്ന ചെറിയ പാമ്പുകൾ പലപ്പോഴും നമ്മുടെ രാത്രി തറയിലൊക്കെ കിടന്ന് ഉറങ്ങുന്ന കുട്ടികളോ മുതിർന്നവരോ ഉണ്ടെങ്കിൽ അവരെയാണ് ഇത് കൂടുതലും അറ്റാക്ക് ചെയ്യുന്നത്. പ്രത്യേകിച്ച് രാത്രി തറയിൽ കിടന്നുറങ്ങുമ്പോൾ ഇത് നമ്മുടെ കാലിൻ്റെയോ അല്ലെങ്കിൽ വിരലിൻ്റെ ഭാഗത്ത് എന്തെങ്കിലും ഇവയുടെ ഇരയാണെന്നും പറഞ്ഞ് കയറി പിടിക്കാനുള്ള സാധ്യതയുണ്ട്. പൂർണ്ണ വളർച്ചയെത്തിയ ഒരു ശംഖുവരയൻ പാമ്പ് ഒരു മനുഷ്യനെ കടിക്കുന്ന ഒരു കടിയിൽ ഏകദേശം 10 മില്ലിഗ്രാം വരെ പാമ്പിൻ്റെ വിഷം നമ്മുടെ ശരീരത്തിലേക്ക് കുത്തിവയ്ക്കും. മനുഷ്യൻ മരിക്കുന്നതിന് 2 മുതൽ 3 മില്ലിഗ്രാം മതി. അതായത് ഒരേ സമയം തന്നെ 3 മുതൽ 4 മനുഷ്യരെ കൊല്ലാനുള്ള വിഷം ഒരൊറ്റ കടിയിൽ മനുഷ്യൻ്റെ ശരീരത്തിലേക്ക് എത്തും. ആ ഒരു സാഹചര്യത്തിലാണ് ആ പിഞ്ചു കുഞ്ഞിനെ ഇത് കടിക്കുകയും കുറച്ച് മണിക്കൂറുകൾക്കകത്ത് ഇത് മരണപ്പെടുകയും ചെയ്തത്. ഇനി മനുഷ്യനെ കടിച്ചു കഴിഞ്ഞാൽ ഫസ്റ്റ് ഓഫ് ഓൾ ഇതിനെ കടിക്കുന്നതിന് വലിയ വേദന ഉണ്ടാകത്തില്ല. വേദന ഉണ്ടെങ്കിൽ പോലും ചെറിയൊരു സൂചി വെച്ച് കുത്തുന്ന പോലുള്ള ചെറിയൊരു പ്രിക്കിംഗ് വേദന മാത്രമേ കാണത്തുള്ളൂ. സാധാരണ ഇൻസുലിൻ നീഡിൽ വെച്ച് കുത്തത്തില്ലേ, അതുപോലെ കുത്തുന്നത് പലപ്പോഴും അറിയാതെ തന്നെ ഇല്ലല്ലോ, ആ ഒരു രീതിക്കാണ് ഇതിൻ്റെ വേദന വരുന്നത്. ഇതിൻ്റെ പാടെന്ന് പറയുന്നത് നിങ്ങൾക്ക് ഇവിടെ ചിത്രത്തിൽ കാണാം, വളരെ ലൈറ്റായിട്ടൊരു പാട്, പാമ്പിൻ്റെ കടിയാണെന്ന് നമുക്ക് സംശയം പോലും തോന്നാത്ത തരത്തിലുള്ള പാടാണ് ഉണ്ടാകുക. ഇത് ന്യൂറോടോക്സിനാണ്. അതായത് ഈ പാമ്പിൻ്റെ വിഷം എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിൽ കയറിക്കഴിഞ്ഞാൽ ആ കയറിയ ഭാഗത്ത് പ്രത്യേകിച്ച് ലക്ഷണം കാണിക്കത്തില്ല. സാധാരണ മൂർഖൻ കടിച്ചു കഴിഞ്ഞാൽ ആ ഭാഗത്ത് വേദനയുണ്ടാവും, ആ ഭാഗത്ത് ചെറിയൊരു നീർക്കെട്ടുണ്ടാവും. അണലിയാണ് കടിക്കുന്നുണ്ടെങ്കിലോ ആ കടിച്ച ഭാഗത്ത് നമ്മൾ തീ കത്തിച്ച് വെച്ചാൽ എങ്ങനെ ഇരിക്കും അതുപോലുള്ള തീ പൊള്ളൽ പോലുള്ള ശക്തമായ വേദന, നീറ്റൽ, പുകച്ചിലും ഉണ്ട്. ഉറപ്പായിട്ടും ഈ കടിച്ച ഭാഗം കൊണ്ട് ആൾക്കാർ ഡോക്ടറുടെ അടുത്തേക്ക് പോകും. എന്നാൽ വെള്ളിക്കെട്ടൻ ശംഖുവരയൻ പാമ്പിൻ്റെ പ്രത്യേകത ഇത് കടിച്ചു കഴിഞ്ഞാൽ ഒന്ന് അവിടെ വലിയ പാടുണ്ടാകത്തില്ല, വേദന ഉണ്ടാകത്തില്ല, കടിച്ചു എന്ന് പോലും അറിയത്തില്ല. ആ ഹോസ്പിറ്റലിലേക്ക് എത്തിയ പിഞ്ചു കുഞ്ഞിനെ കടിച്ചത് ചുണ്ടിലാണ്. ചുണ്ടിൽ കടിച്ചതിന് പാട് കാര്യമായിട്ടില്ല. എന്നിരുന്നാലും ഡോക്ടർ ഈ ലക്ഷണങ്ങളും ആ പാടും വെച്ചിട്ട് പറഞ്ഞ സംശയത്തിൽ മാത്രമാണ് ഇത് വെള്ളിക്കെട്ടനാണോ എന്ന് സംശയമുണ്ടായത്. ഇങ്ങനെ കടിച്ച ശരീരത്തിലേക്ക് ഈ വിഷം എത്തിക്കഴിഞ്ഞാൽ ഇത് ആദ്യം ബാധിക്കുന്നത് നമ്മുടെ തലച്ചോറിനെയാണ്, നമ്മുടെ നെർവുകളുടെ ആ ഒരു സെൻസേഷനെയാണ് ഇത് പ്രധാനമായിട്ടും ബാധിക്കുക. ആദ്യം തന്നെ നമുക്ക് ഇത് കാണിക്കുന്ന ലക്ഷണം എന്ന് പറഞ്ഞാൽ ഓർക്കാനോ അതികഠിനമായ വയറുവേദനയാണ് തുടക്കത്തിലെ കാണിക്കുന്ന ലക്ഷണം. അതോടൊപ്പം കാഴ്ച ചെറിയ മങ്ങൽ കണ്ടു എന്ന് വരാം. ക്രമേണ ഇത് ശരീരത്തിലെ മസിലുകളെ ഒരു പാരാലിസിസിൻ്റെ അവസ്ഥയിലേക്ക് കൊണ്ടെത്തിക്കും. കണ്ണുകൾ ചെറുതായിട്ട് അടഞ്ഞ് ഇങ്ങനെ ഡ്രൂപ്പിംഗ് ആയിട്ടിരിക്കുന്ന, കണ്ണ് തുറന്നു വയ്ക്കാൻ പറ്റാത്ത ഒരവസ്ഥ കണ്ടു എന്ന് വരാം. വായ തുറക്കാൻ പറ്റാത്ത ലോക്ജ, അതായത് നമ്മുടെ മസിലുകൾ തുറക്കാൻ പറ്റാത്ത ഒരവസ്ഥ കണ്ടു എന്ന് വരാം. വളരെ പെട്ടെന്ന് തന്നെ, അതായത് ഇത് കടിച്ച് ആ വിഷം ശരീരത്തിൽ ബാധിച്ച് 4 മുതൽ 5 മണിക്കൂറിൽ തന്നെ കടി കൊണ്ട ആൾ മരണപ്പെടുന്ന സാഹചര്യം ഉണ്ടാവും. മരിക്കുന്നത് ശ്വാസകോശം പാരാലിസിസ്, അതായത് ശ്വാസം എടുക്കാൻ പറ്റാതെ ശ്വാസകോശം പൂർണ്ണമായിട്ടും റെസ്പിറേറ്ററി അറസ്റ്റ് ഉണ്ടായിട്ടാണ് മരണത്തിലേക്ക് ഒരാൾ എത്തുന്നത്. അതുകൊണ്ടാണ് ഈ വെള്ളിക്കെട്ടൻ കടിച്ചു കഴിഞ്ഞാൽ 8 അടി മൂർഖൻ നമ്മൾ 8 അടി നടക്കുമ്പോൾ കുഴഞ്ഞു വീണ് മരിക്കുമെന്ന് പറയുന്നതിന് കാരണം വളരെ പെട്ടെന്ന് മരണപ്പെടുന്നുള്ളതാണ്. ഇത് സാധാരണ കടിച്ചു കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് ഇമ്മീഡിയറ്റ്ലി ആദ്യത്തെ 1-1.5 മണിക്കൂറിനകത്ത് ആൻറ്റിവെനം കൊടുത്തു കഴിഞ്ഞാൽ, ഈ വിഷത്തിനെതിരെയുള്ള പ്രതിരോധ മരുന്ന് കൊടുത്താൽ മാത്രമേ ഇത് രക്ഷപ്പെടുത്താൻ പറ്റുള്ളൂ. ശരീരം പ്രത്യേകിച്ച് ശ്വാസകോശം പാരാലൈസ് ആയി കഴിഞ്ഞാൽ പിന്നെ ഈ ആൻറ്റിവെനം കുത്തിവെച്ചുകൊണ്ട് വലിയ പ്രയോജനം ഉണ്ടാകാനുള്ള സാധ്യത കുറവാണ്. അതുകൊണ്ടാണ് ഈ പാമ്പ് കടിച്ചു കഴിഞ്ഞാൽ 80 മുതൽ 90% വരെ മരണനിരക്കുണ്ട് എന്ന് പറയുന്നത്. മനുഷ്യവാസമുള്ള പ്രദേശങ്ങളിൽ തണുപ്പുള്ള സ്ഥലങ്ങളിലാണ് ഈ പാമ്പ് കാണുമെന്നുള്ളത് കൊണ്ട് തന്നെ വെള്ളിക്കെട്ടൻ പാമ്പിനെ നമ്മൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട 2-3 കാര്യങ്ങളുണ്ട്. ഒന്നാമത്തത്, ഈ വേനൽക്കാലത്ത് നമ്മുടെ വീട്ടിൽ തണുപ്പുള്ള അല്ലെങ്കിൽ തണുപ്പ് കിട്ടുന്ന ഭാഗങ്ങളിൽ മൊസൈക്ക് പോലുള്ള തറ, ബാത്റൂമിൻ്റെ ചെറിയ ഓവ്, ഇവിടെ എല്ലാം ഈ പാമ്പിൻ്റെ സാന്നിധ്യം കാണാം, അതിനുള്ള സാധ്യതയുണ്ട്. ഇപ്പോൾ ഓരോ ഏരിയകളിലും ഇത്തരം പാമ്പിൻ്റെ സാന്നിധ്യം കണ്ടിട്ടുള്ളവർക്ക് ഡെഫിനറ്റ്ലി അറിയാം ഓരോ ഏരിയയിൽ ഇതുണ്ടെന്ന്. ഇപ്പം എൻ്റെ വീട്ടിൻ്റെ പരിസരത്താണെന്നുണ്ടെങ്കിൽ ഇവിടെ ചേരയുണ്ട്, ചുരുട്ട പോലുള്ള പാമ്പുകളുണ്ട്, വിഷപ്പാമ്പുകൾ ഇവിടെ കാണുന്നത് കുറവാണ്. എന്നാൽ തിരുവനന്തപുരത്ത് ഇപ്പോൾ കടൽ തീരത്തോട്ട് പോയി കഴിഞ്ഞാൽ അവിടെ കൂടുതലും അണലിയാണ് കാണുന്നത്. ഈ പറഞ്ഞതുപോലെ ഓരോ സ്ഥലങ്ങളിലും ഈ ഓരോ തരം പാമ്പുകളുടെ സാന്നിധ്യം ഉണ്ടാവും. നിങ്ങളിപ്പോൾ ശംഖുവരയൻ അഥവാ വെള്ളിക്കെട്ടിൻ്റെ സാന്നിധ്യമുള്ള ഏരിയ ആണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങളുടെ വീടിനോട് ചേർന്ന് പരിസരത്ത് ഈ പറഞ്ഞ രീതിക്കുള്ള ചെറിയ വസ്തുക്കൾ, പ്രത്യേകിച്ച് കുറ്റിച്ചെടികൾ, വീടിനോട് ചേർന്ന് പടർന്നു കിടക്കുന്ന ചെടികൾ, ഇതൊന്നും വളർത്താതിരിക്കുക. പ്രത്യേകിച്ച് വീട്ടിനോട് ചേർന്ന് തൂങ്ങി നിൽക്കുന്ന നമ്മുടെ മണി പ്ലാന്റ് പോലുള്ള ചെടികൾ, ഇല്ലെങ്കിൽ നമ്മുടെ വീട്ടിലേക്ക് പടർത്തുന്ന മുന്തിരി വള്ളി, അതേപോലെ തന്നെ ഇപ്പോൾ തണ്ണിമത്തൻ പടർത്തുന്നു, ഇല്ലെങ്കിൽ നിങ്ങൾ കോവൽ, പടവലം, ഇതെല്ലാം വീട്ടിലേക്ക് പടർത്തി കയറ്റുന്ന ഒരു പരിപാടി ഒഴിവാക്കണം. കാരണം ആ വഴിക്ക് ഈ പാമ്പ് നമ്മുടെ വീട്ടിൻ്റെ പരിസരത്തേക്ക് എത്തുകയും അല്ലെങ്കിൽ വീട്ടിലേക്ക് കയറുകയും നമ്മുടെ ജനലിൻ്റെ സൈഡിലേക്കുള്ള ചെറിയ സുഷിരം വഴിക്ക് ഇത് ഉള്ളിലേക്ക് വരാനുള്ള സാധ്യതയുമുണ്ട്. ഇത് വളരെയധികം ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ആ മരണമടഞ്ഞ തൃശ്ശൂരുള്ള കുഞ്ഞിൻ്റെ വീട്ടിൽ വീടിനോട് ചേർന്ന് മുന്തിരി വള്ളികൾ പടർത്തിയിട്ടുണ്ടായിരുന്നു. അതുവഴിയാണ് ഇത് വീട്ടിലേക്ക്
വീട്ടിലേക്ക് കയറിയത് എന്നാണ് ഇപ്പോൾ കണ്ടുപിടിക്കപ്പെട്ടിരിക്കുന്നത്. സോ ഇത്തരത്തിലുള്ളൊരു സാഹചര്യം ഒഴിവാക്കുക. പലരും വീടിനോട് ചേർന്നിട്ട് പരിസരത്തായിട്ട് നമ്മുടെ ഓലയെല്ലാം വെട്ടി ചീകി അടുക്കി വയ്ക്കുക, മടലുകൾ അടുക്കി വയ്ക്കുക, തടിക്കഷ്ണങ്ങളെല്ലാം കൂട്ടിയിടുക, ഈ ഒരു കാര്യങ്ങൾ ചെയ്യരുത്. അതേപോലെ നിങ്ങളുടെ ബെഡ് പലപ്പോഴും നമ്മുടെ ജനലിനോട് ചേർന്നിട്ട് ഇടുന്ന ഒരു രീതി ഒഴിവാക്കണം. വേനൽക്കാലമായി കഴിഞ്ഞാൽ ചൂട് കാരണം ജനലുകൾ തുറന്നിട്ടിട്ട് ഉറങ്ങുന്ന സ്വഭാവം ഒരുപാട് പേർക്കുണ്ട്. സൂക്ഷിക്കുക, നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം തന്നെയാണ്. രണ്ടാമത്തെ കാര്യം, നമ്മുടെ വീടുകളിൽ നമ്മുടെ ജനലുകൾ, വാതിലുകൾ ഇതിനെല്ലാം തന്നെ ചെറിയ സുഷിരങ്ങളുണ്ടെങ്കിൽ അവ അടച്ചു വയ്ക്കാനായിട്ട് സൂക്ഷിക്കുക. മാസത്തിൽ 1-2 തവണയെങ്കിലും മണ്ണെണ്ണ അല്ലെങ്കിൽ മണ്ണെണ്ണ കിട്ടാനല്ലെങ്കിൽ ഡീസൽ നിങ്ങളൊരല്പം വെള്ളം ചേർത്തിട്ട് നമ്മുടെ വീട്ടിലും പരിസരത്തും ഒന്ന് സ്പ്രേ ചെയ്യുക. ഡീസൽ കിട്ടാൻ ബുദ്ധിമുട്ടില്ലല്ലോ. ഒന്ന് സ്പ്രേ ചെയ്ത് കഴിഞ്ഞാൽ ഇത്തരം പാമ്പുകളുടെ സാന്നിധ്യം നമ്മുടെ വീടുകളിൽ ചെറിയ മടക്കുകൾ, നമ്മുടെ ജനലിൻ്റെ ചെറിയ സുഷിരങ്ങളുണ്ടെങ്കിലോ വാതിലിൻ്റെ വിളവുകൾ, ഇപ്പോൾ ചെറുതായിട്ട് ഇപ്പോൾ വിണ്ട് കയറിയിരിക്കുന്നതോ ഇല്ലെങ്കിൽ ചിതൽ കയറിയിട്ടോ ചില ഭാഗങ്ങൾ കേടുവന്നിരിക്കില്ലേ, അവിടെയെല്ലാം പാമ്പുകൾ പോലുള്ള ഇഴജന്തുക്കൾ കയറിയിരിക്കാതിരിക്കാനായിട്ട് നിങ്ങൾ മണ്ണെണ്ണ സ്പ്രേ ചെയ്യുകയോ ഡീസൽ സ്പ്രേ ചെയ്യുകയോ ചെയ്യുക. ഇതിൻ്റെ സാന്നിധ്യം നമുക്ക് പൊതുവെ ഒഴിവാക്കാനായിട്ട് സാധിക്കും. ഇനി സപ്പോസ് ഇത്തരത്തിലൊരു പാമ്പിൻ്റെ കടി കിട്ടിയെന്ന് നിങ്ങൾക്ക് സംശയം തോന്നുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ ലക്ഷണം കാണുന്നവരെ നോക്കി നിൽക്കാതെ ഇമ്മീഡിയറ്റ്ലി അടുത്തുള്ള നല്ല സൗകര്യമുള്ള ഒരു സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിലോ താലൂക്ക് ഹോസ്പിറ്റലിലോ ഗവൺമെൻറ് താലൂക്ക് ഹോസ്പിറ്റലിലോ എത്തിക്കുക. നമുക്ക് ജീവൻ രക്ഷിക്കാൻ ആദ്യത്തെ 2 മണിക്കൂർ എന്ന് പറയുന്നത് ഇതിൻ്റെ ഗോൾഡൻ അവേഴ്സാണ്. നമുക്ക് ജീവൻ രക്ഷിക്കാനായിട്ട് സാധിക്കും. ഇനിയെങ്കിലും ഇത്തരത്തിലുള്ള അപകടങ്ങൾ, പ്രത്യേകിച്ച് ശംഖുവരയൻ പാമ്പിൻ്റെ പോലുള്ള ഗുരുതരമായിട്ടുള്ള പാമ്പ് കടികൾ നമ്മുടെ നാട്ടിൽ വരുന്ന സാഹചര്യം പരമാവധി ഒഴിവാക്കുക തന്നെ വേണം. മരണമടഞ്ഞ കുഞ്ഞിന് എൻ്റെ ആദരാഞ്ജലി നേരുന്നു. ഇനി ഇത്തരത്തിലുള്ള മരണങ്ങൾ സംഭവിക്കാതിരിക്കട്ടെ. വീണ്ടും മറ്റൊരവസരത്തിൽ മറ്റൊരു വിഷയമായി കണ്ടുമുട്ടാം. ബൈ.